കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുവാൻ ഇടവന്നു. ലുലു മാളിനെ കുറിച്ചാണ് ആ വീഡിയോ വന്നത്. ഒരു വ്യക്തി താഴെ പോയി 2 പപ്സ് മേടിച്ചുകൊണ്ട് വന്ന് 40 രൂപ കൊടുത്ത് അതും മേടിച്ചുകൊണ്ട് ലുലു മാളിൽ പ്രവർത്തിക്കുന്ന സിനിമാ തിയേറ്ററിനകത്ത് കയറി. അതുകൊണ്ട് കയറി ചെന്നപ്പോൾ അവർ പറഞ്ഞു, വെളിയിൽ നിന്ന് ഒരു സാധനം അകത്ത് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിക്കാനായിട്ട് 2-3 പപ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ വെക്കണം, ഇത് വെച്ചിട്ട് വേണം അകത്ത് പോകുവാൻ എന്ന് പറഞ്ഞു. അദ്ദേഹം അതവിടെ വെക്കുകയും തിയേറ്ററിനകത്ത് കയറുകയും ഇൻട്രോലായപ്പോൾ അദ്ദേഹം ഇറങ്ങി അതിനകത്തുള്ള സ്റ്റാളിൽ തന്നെ പപ്സിൻ്റെ വില ചോദിച്ചപ്പോൾ 100-150 രൂപ എങ്ങാണ്ട് വില പറഞ്ഞു. ചായക്കും അതുപോലെ തന്നെ അതുപോലുള്ള റേറ്റ് അവർ പറഞ്ഞത്. ഇത് നമ്മൾ സാധാരണ താഴെ റോഡ് സൈഡിൽ ചെന്നിട്ട് ഒരു പെട്ടിക്കടയിലോ അല്ലെങ്കിൽ ഒരു ബേക്കറിലോ കയറി ഒരു ചായ കുടിക്കുക അല്ലെങ്കിൽ ഒരു പപ്സ് കഴിച്ചാൽ കൂടിയത് 30 രൂപ നമുക്കാണ്. ഈ 30 രൂപ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോരും. ഇതും കൊണ്ട് ഇങ്ങനെയുള്ള മാളുകളിൽ കയറിയിട്ട് അവിടുത്തെ സ്റ്റാളുകളിൽ നിന്നും ഈ വിലയ്ക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുമോ? ഒരിക്കലും കിട്ടുകയില്ല. കാരണം അവർ ലക്ഷങ്ങൾ മുടക്കിയാണ് അവിടെ സ്റ്റാളിട്ടിരിക്കുന്നത്. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മേടിച്ച് കഴിക്കാം, ഇല്ലെങ്കിൽ അനങ്ങാതെ സിനിമ കണ്ടിട്ടെങ്കിൽ പോരുന്നതാണ് ഏറ്റവും നല്ലത്. അവിടുത്തെ വില ചോദിച്ചിട്ട് ഏത് അതിഭീമമായ വിലയാണ്, മനുഷ്യനെ കൊള്ളയടിക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ ഉടമയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ യുക്തിക്ക് ചേർന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. സാധാരണ നമ്മുടെ നാട്ടിൽ മാവലി സ്റ്റാറിൽ ചെന്നിട്ട് 1 കിലോ അരിക്ക് വില ചോദിക്കുന്നു. അവിടെ 25 രൂപയായിരിക്കും 1 കിലോ അരിക്ക്. അത് പലർക്കട ചെന്ന് കഴിഞ്ഞാൽ അതിന് 40 രൂപ 50 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങണം. ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലോ അതിലും വില കൊടുത്ത് നമ്മൾ വാങ്ങണം, ഇല്ലേ? അപ്പം ഇവിടെ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്ലൈക്കോയിൽ കിട്ടുന്ന വിലയല്ല വേറൊരു പലർക്കടയിൽ ചെന്നാൽ കിട്ടുന്നത്. പലർക്കടയിൽ ചെന്നാൽ കിട്ടുന്ന വിലയല്ല സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഇത് കൊള്ളയാണ്, ഇത്രയും വിലയില്ലല്ലോ, സപ്ലൈക്കോയിൽ 25 രൂപയുള്ളല്ലോ, അല്ലെങ്കിൽ പലർക്കട 40 രൂപയുള്ളല്ലോ എന്നൊക്കെ പറയുന്നതിന് യുക്തിയില്ല, യുക്തിക്ക് ചേർന്നതല്ല. നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഈ അടുത്ത സമയത്ത് ഹൈദരാബാദ് എയർപോർട്ടിൽ കയറി. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിക്കണം. വളരെ തിരക്കുള്ള ഒരു എയർപോർട്ട്. നമുക്ക് വെളിയിൽ നിന്ന് പോയി ഒന്ന് സാധനമൊന്നും മേടിക്കാനൊന്നും ഒക്കത്തില്ല. അകത്ത് കയറി മാത്രമേ എന്തെങ്കിലും കുടിക്കുവാനോ ചായയോ ഓർഡർ ചെയ്ത് കഴിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു സ്റ്റാളിൽ കയറി ഒരു ചായ വാങ്ങി 2 ഇഡ്ഡലിയും വാങ്ങി കഴിച്ചു. ബില്ല് വന്നപ്പോൾ ഏകദേശം 450 രൂപ കൊടുത്തു. സത്യത്തിൽ ഞാനവിടെ നിന്ന് ചിന്തിച്ചു, 2 ഇഡ്ഡലിക്ക് 200 രൂപ, 2 ഇഡ്ഡലിയും ഒരു ചായ കഴിച്ചപ്പം 450 രൂപ ചാർജ് വന്നു. അപ്പം നമുക്ക് ഒന്ന് ചിന്തിക്കാം, എയർപോർട്ടിനകത്തിരിക്കുന്ന സ്റ്റാളുകളൊക്കെ അവർ ചുമ്മാതെ അവിടെ ഇരിക്കുമല്ലോ. അവർ ലക്ഷങ്ങൾ മുടക്കിയാണ് ആ സ്റ്റാൾ പിടിക്കുന്നതും. അവിടുത്തെ ജോലിക്കാർക്ക് അവിടുത്തെ ചിലവുകളൊക്കെ അവർക്ക് ഒരുപാടുണ്ട്. അവിടെ നമുക്ക് 10 രൂപയ്ക്ക് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാണ്? ഒരിക്കലും ശരിയല്ല. അത് അന്യായമല്ലേ? ഇത് മനുഷ്യനെ മനുഷ്യൻ്റെ കാശടിച്ച് മാറ്റുമല്ലേ? ഇങ്ങനെ ഈ ഭീമമായ തുകയൊക്കെ ഇട്ട് 10 രൂപയുടെ സാധനം 20 രൂപയുടെ സാധനത്തിനൊക്കെ 200-300 രൂപയൊക്കെ മേടിക്കുമെന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അങ്ങനെ നമ്മൾ കുറേ അനാവശ്യമായിട്ടൊക്കെ ചിന്തിക്കുമായിരിക്കാം, പറയുമായിരിക്കാം. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലുലു മാൾ ഉടമ കോടികൾ മുടക്കിയാണ് അവിടുത്തെ ആ സൈറ്റ് വാങ്ങുന്നത്, അവിടെ അത്ര ഒരു ബിൽഡിംഗ് കെട്ടുന്നത്. നിസ്സാര കാര്യമല്ല, ഒരു സാധാരണക്കാരന് പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ കോടികൾ മുടക്കി അദ്ദേഹം ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു മാള് പണിയുന്നു. അത് അതിനകത്തെ കടകളൊക്കെ ആവശ്യക്കാർക്ക്
ലേലം ചെയ്തോ അല്ലെങ്കിൽ വില പറഞ്ഞോ അവർ കൊടുക്കുന്നു. കടയുമായിട്ടൊന്നും ലുലു മാളിനൊരു ബന്ധമില്ല. അവർ വാടക കൊടുക്കുന്നു, അത് മാത്രമേ ലുലു മാൾ നോക്കുന്നു. ഇവിടെ സാധനത്തിന് എത്ര രൂപയാണെന്നും എത്ര രൂപ മേടിക്കുന്നു, അത് അന്യായമാണോ എന്നൊന്നും അയാൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അയാൾ കാശ് മുടക്കി വലിയ മാൾ പണിഞ്ഞിടുന്നു, പല കമ്പനികളും പല കടക്കാരും അവിടുത്തെ കടകളെടുക്കുന്നു. അവരുടെ സാധനത്തിന് എത്ര രൂപ വിറ്റെങ്കിലേ അവർക്ക് മുതലാകത്തുള്ളൂ, എത്ര രൂപയ്ക്ക് വിറ്റെങ്കിലേ അവർക്ക് അത് മുതലാക്കാൻ കഴിയും. അതനുസരിച്ച് അവർ ആ വില വാങ്ങുന്നു. നമ്മൾ എന്നിട്ട് പറയുക ഇത് താഴെ അത്രയും വിലയില്ലല്ലോ, അല്ലെങ്കിൽ പെട്ടിക്കടയിൽ ചായക്ക് 10 രൂപയുള്ളല്ലോ, അല്ലെങ്കിൽ പപ്സിന് 15 രൂപയുള്ളല്ലോ, ഇവിടെ എന്താ 100-200 രൂപയാകുന്നത്. അത് ശരിയായ ഒരു രീതി അല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ മനസ്സിലാക്കണം. ഇവിടുന്ന് എറണാകുളം വരെ പോകണം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോകണം. നമ്മൾ ഇത്ര രൂപ മുടക്കിയാൽ ട്രെയിനിലോ ബസ്സിലോ നമുക്ക് യാത്ര ചെയ്യാം. പ്ലെയിനിൽ പോകണമെങ്കിൽ ആ കാശ് മുടക്കിയാൽ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വരെ നമുക്ക് പ്ലെയിനിൽ പോകാൻ ഒരിക്കലും ഒക്കത്തില്ല. അതിനൊരു ചാർജുണ്ട്. ആ ചാർജ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ പറയാൻ ബസ്സിന് ഇത്രയും ചാർജ് ഇല്ലല്ലോ, ട്രെയിനിൽ ഇത്രയും ചാർജ് ഇല്ലല്ലോ എന്ന് നമുക്ക് പറയാനൊക്കെ തർക്കിക്കാനും അത് ഒരിക്കലും പറ്റത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, എറണാകുളത്തെ ഏറ്റവും വലിയ ഹോട്ടൽ താജ് ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്ന് പൊറോട്ട ആയിരിക്കും കഴിക്കുന്നത്. റോഡിൽ പെട്ടിക്കടയിൽ ഒരുപക്ഷെ 10 രൂപയായിരിക്കും വില. താജിൽ കയറി നമ്മൾ ഒരു പൊറോട്ട വാങ്ങിയാൽ 10 രൂപയ്ക്ക് കിട്ടും. അല്ല മേടിച്ച് കഴിച്ചേച്ച് പറയുക ഇതിന് 10 രൂപയുള്ളൂ, താഴെ 10 രൂപയുള്ളല്ലോ, നിങ്ങൾ ഇത്രയും രൂപ എടുത്ത് എന്തിനാ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. അവർ കോടികൾ മുടക്കി ഒരു ഹോട്ടലിട്ടിരിക്കും. അവർ നിശ്ചയിക്കുന്ന വിലയാണ് അവിടെ നമ്മൾ കൊടുക്കണം. നമുക്ക് ഇഷ്ടമല്ലേ കഴിക്കണ്ട, നമുക്ക് പെട്ടിക്കട വന്ന് കഴിക്കാവുള്ളൂ, നമ്മളതിനെ കുറ്റം പറഞ്ഞ കാര്യമുണ്ട്. അപ്പം ഒരിക്കലും നമുക്കതിനെ യോജിക്കാൻ കഴിയത്തില്ല. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്നു, ലുലു മാളിൻ്റെ ഉടമയെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്നു. ഇതൊക്കെ നമുക്ക് യോജിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, നമുക്കതിനെ അനുകൂലിക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനൊരു മാൾ അവിടെ വന്നതുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്, അല്ലേ? ആയിരക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കുക. ചുമ്മാ ഒരു റോഡ് സൈഡിൽ ഒരു കടയെടുത്തൊരു ബിസിനസ് ചെയ്യുകയല്ല. അതിനകത്തൊരു കട വേണമെങ്കിൽ അതേപോലെ റേറ്റ് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ വിൽക്കുന്ന സാധനത്തിന് 10 രൂപയ്ക്ക് താഴെ കിട്ടുന്ന സാധനം 10 രൂപയ്ക്ക് മാളിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് യോജിക്കാൻ കഴിയും? ഒരിക്കലുമില്ല. അപ്പം നമ്മൾ അവിടെ കയറി സിനിമ കണ്ടെങ്കിൽ സിനിമ കണ്ടേച്ച് പോരുക, അവിടെ നിന്ന് കഴിക്കാൻ നിൽക്കരുത്. സിനിമ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോരണം. അവിടെ അതിന് ഇത്രയും വിലയുണ്ട്, ഇതിന് ചായക്ക് ഇത്ര രൂപയാണ്, പപ്സിന് ഇത്ര രൂപയാണ്, അല്ലെങ്കിൽ മറ്റു സാധനത്തിന് ഇത്ര രൂപയാണ്, ഇത് അന്യായമല്ലേ ലുലു കാണിക്കുന്നത് പറയുന്നത് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ കഴിയത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ലൈക്ക് കിട്ടും, ഒക്കെ കിട്ടും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ എവിടെ ചെന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞാലും ആരും കംപ്ലയിൻറ്റ് സ്വീകരിക്കത്തില്ല. ഇപ്പോൾ ഇവിടെ 10 രൂപ എന്ന് ചെന്ന് ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ സംഘത്തിൽ ചെന്ന് പറയുന്നത് 10 രൂപയുടെ സാധനം അവിടെ 200 രൂപ മേടിക്കുന്നു പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ലക്ഷങ്ങൾ വാടക കൊടുത്തിരിക്കുന്നവർക്ക് 10 രൂപയുടെ സാധനം 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? ഒരിക്കലും ഒക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ഇറക്കുമ്പോൾ കുറച്ച് ആലോചിച്ചിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ. ബൈ.